വെൽക്കം ബാക്ക് എവരി വൺ. ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് എ വ്യൂ. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രാവൽ പ്ലസ് ഫിനാൻസ് ചാനലാണ്. അപ്പോൾ ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ചിലവാകുന്ന എല്ലാ കാശുകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്, പിന്നെ കുറച്ച് ക്രെഡിറ്റ് കാർഡ്സിന്റെ ഹാക്സും അതിന്റെ മൈൽസ് പോയിന്റ്സ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ ട്രാവൽ വളരെ ചീപ്പായിട്ട് ചെയ്യാന്നൊക്കെ ഉള്ളൊരു. അപ്പോൾ ഇതാണ് ഡയമണ്ട് ഗ്ലാമ്പിംഗിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ്. സ്ക്രാമ്പിൾഡ് ഒക്കെ ഉണ്ടായിരുന്നു, സോസേജസ് ഉണ്ടായിരുന്നു, ബ്രെഡ്, പിന്നെ കോഫി. ഇവിടുത്തെ കോഫി എന്ന് പറയുന്നത് മധുരം ഉണ്ടാവില്ല, പിന്നെ നല്ല കടുപ്പമായിരിക്കും. നല്ല കടുപ്പമുള്ള കോഫി കുടിച്ച് ശീലമുള്ളവർക്ക് ബാലനീസ് കോഫി വളരെ വളരെ നല്ല അരോമയൊക്കെയുള്ള നല്ല കോഫി ആയിരിക്കും. ഗുഡ് മോർണിംഗ്. ഇവിടെ പെട്ടെന്ന് തന്നെ നേരം വെളുക്കുമെന്ന് തോന്നുന്നു. അതായത് ഒരു 5:30 ഒക്കെ ആകുമ്പോൾ തന്നെ നല്ല വെളിച്ചമാണ്. ഇതാണ് തന്നെ കറക്റ്റ് വെളിച്ചം നമ്മുടെ റൂമിലേക്ക് അടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോട്ടേജാണ്. അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് വെറും 6:30 ഒക്കെ ആയിട്ടുള്ളൂ, പക്ഷേ നല്ല നല്ല വെയിലാണ് ഇവിടെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ആകെ 3 ഐറ്റംസേ ഉള്ളൂ. ഒന്ന് അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന അവർ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഉള്ളത് നാസി ഗോരങ് ആൻഡ് മീ ഗോരങ് എന്നുള്ളതാണ്. ഫ്രൈഡ് റൈസും ഫ്രൈഡ് നൂഡിൽസും ആണ്. നമുക്കിപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലൊന്നും ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷേ നമ്മളൊരു പുറത്തൊരു രാജ്യത്ത് വന്നിട്ട് വീണ്ടും നമ്മൾ ഇന്ത്യൻ ഫുഡ് തന്നെ ട്രൈ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഇത്ര താല്പര്യമില്ല. പിന്നെ ഇന്തോനേഷ്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ളത് മുഴുവൻ എനിക്ക് തോന്നുന്നു ഈ ട്രിപ്പിൽ മുഴുവൻ ഫ്രൈഡ് റൈസും ഫ്രൈഡ് നൂഡിൽസും ഒക്കെ ആയിരിക്കും കൂടുതലും കഴിക്കേണ്ടി വരിക എന്ന് തോന്നുന്നു. സോ ഇത് കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്നെ നല്ല നല്ല കിടിലൻ വ്യൂ ആണ്. അതൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നേരെ ഉബൂദിലേക്ക് പോവുക. ഉബൂദിൽ അലസഹറൂം എന്ന് പറഞ്ഞൊരു ഡേ ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ ആ ഡേ ക്ലബ്ബിൽ ഇന്നത്തെ ദിവസം മുഴുവൻ അവിടെ ചെന്ന് റെസ്റ്റ് എടുക്കാമെന്നുള്ളതാണ്. ഡേ ക്ലബ്ബിൽ ഫുൾ അങ്ങ് എൻജോയ് ചെയ്യാമെന്നാണ്. ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ അലച്ചിലായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ പ്രോപ്പർട്ടിയോട്, ഡയമണ്ട് ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയോട് വിട പറയുകയാണ്. നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. നല്ല ആംബിയൻസ്, നല്ല വ്യൂ. കാലത്ത് എഴുന്നേറ്റ് ഈ വ്യൂ കാണുമ്പോൾ തന്നെ ഒരു സുഖമായിരുന്നു. കുറേ നേരം ഈ വ്യൂ നോക്കി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അതൊക്കെ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. നല്ല പ്രകൃതിയുടെ ഭംഗി നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് രസമാണ്. അതായത് ഞങ്ങൾ ഫസ്റ്റ് ഡേ കുട്ടയിൽ വന്നിറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളുന്ന വെയിൽ. അപ്പോൾ ആ വെയിലൊക്കെ കൊണ്ടിട്ടാണ് ഞങ്ങൾ കുട്ടയിലെത്തിയത്. പിറ്റേ ദിവസം ഞങ്ങൾ ഉബുദിലേക്ക് പോയപ്പോൾ മഴ എന്ന് പറഞ്ഞാൽ കിഡില മഴ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം, അതായത് ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഉലന്താനു ബരാത്തനുള്ള ഈ വനഗിരി, മഞ്ഞുമല ഈ ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല തണുപ്പാണ്. രാത്രി നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തണുപ്പ്. അങ്ങനെ ബാലിയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ ക്ലൈമറ്റും ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ കോടമഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സമയം 8:30 8:30 സമയത്ത് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, നല്ല രീതിയിൽ ആ ഭാഗത്തേക്കെല്ലാം ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഇന്നലെ പറയാൻ വിട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 വീലർ റെൻറ്റിനെടുത്തപ്പോൾ അവരെനിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാണ് തന്നത്. അപ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് അവരെ ഏൽപ്പിക്കുമ്പോൾ ആ ഫുൾ ടാങ്ക് പെട്രോളായിട്ട് തന്നെ തിരിച്ച് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഡീൽ. അപ്പോൾ നമുക്ക് ചില സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ വണ്ടി റെൻറ്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ കൂടുതലായിപ്പോയി തിരിച്ചു കൊടുക്കുമ്പോൾ കൂടുതലായിപ്പോയി നമുക്ക് കാശ് നഷ്ടം വരുന്നു. അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. ഞാൻ അവരോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്, എനിക്ക് വണ്ടി തരുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് തരിക, അപ്പോൾ തിരിച്ച് ഞാൻ ഏൽപ്പിക്കുമ്പോൾ ഫുൾ ടാങ്ക് തന്നെ അടിച്ച് നിങ്ങൾ ഏൽപ്പിക്കുന്നതായിരിക്കും എന്നുള്ളത്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. കാരണം എനിക്ക് തോന്നുന്നു ഇവർ സ്ഥിരമായിട്ട് ഇവിടെ ചെയ്യുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു. അവർ ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നാണ് റിപ്ലൈ വന്നത്. അങ്ങനെ തന്നെ അവരെനിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാണ് അവരെനിക്ക് ഈ ഫിലാനോ എന്നുള്ള ആ ബൈക്ക് തന്നത്. നമ്മുടെ ഫാസിനോയൊക്കെ പോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ലഗേജ്, ഒരു മീഡിയം സൈസിലുള്ള ഒരു ലഗേജ്, പിന്നെ ഒരു റക്സാക്ക്, ഇത് രണ്ടുമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഇതൊക്കെ ഫ്രണ്ടിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന, നല്ല കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു വെഹിക്കിളാണ് ഫിലാനോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിതുപോലെ തീരെ ടാക്സി ഒട്ടും വിളിക്കാൻ ചാൻസ് ഇല്ലാതെ അവോയ്ഡ് ചെയ്യാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ, ഇപ്പോൾ ടാക്സി എന്ന് പറയുന്നത് ഇവിടെ വളരെ എക്സ്പെൻസീവാണ്. ഇപ്പോൾ എവിടെ ടാക്സിക്ക് പോകണമെങ്കിലും മിനിമം 5 lakh. ഇവിടുത്തെ 5 lakh rupees എന്ന് പറയുമ്പോൾ നല്ല എമൗണ്ടായി. അത്യാവശ്യം ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ നല്ല 800-1000 ഇന്ത്യൻ റുപ്പീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ടാക്സിയിൽ കയറിയിട്ടില്ല. ഞങ്ങൾ ഫുൾ ബൈക്ക് റെൻ്റൽ തന്നെയാണ്. ഒരു ദിവസം 500 രൂപയാണ് ബൈക്കിന് വരുന്നുള്ളൂ. അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഫ്യൂൽ അടിച്ചത്. അത് പകുതിയോളമായി. ഇവരെനിക്ക് ഫുൾ ടാങ്ക് അടിച്ച് വന്നപ്പോൾ കുറച്ച് ഓട്ടോ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ടാങ്ക് പകുതിയായപ്പോൾ ഞാൻ വീണ്ടും റീഫിൽ ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവിടുത്തെ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 45 അല്ലെങ്കിൽ 45-50 ഇടയിലേ വരുന്നുള്ളൂ. 2 ടൈപ്പ് പെട്രോളുണ്ട്.
നമ്മൾ കൂടിയ ടൈപ്പ് പെട്രോളാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും അതിന് ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. അതൊരു നല്ല കാര്യം. നമ്മളിപ്പോൾ 500 രൂപയ്ക്ക് പെർ ഡേ ഒരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്രോളെന്നും പറഞ്ഞ് വേറെ സെപ്പറേറ്റ് എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി ഉബൂദ്. ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇവിടേക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒരു 100 കിലോമീറ്ററോളമൊക്കെ ഇന്നലെ വണ്ടി ഓടിച്ചു. പിന്നെ ഒരു ബന്നിമല ട്വിൻ വാട്ടർഫോൾ എന്ന് പറയുന്ന ഒരു ട്രക്കായിരുന്നു. അപ്പോൾ ട്രക്കിൻ്റേതായിട്ടുള്ള ചില ശരീരത്തിൽ ചില എന്താ പറയുക, നമുക്ക് പരിചയമില്ലാത്ത പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയ വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യമാക്കാനില്ല, ചെറിയൊരു വേദന എല്ലാവർക്കും ഉണ്ടാകുന്നതല്ലേ. അതായത് നമ്മളിങ്ങനെ പെട്ടെന്ന് ദേഹം അനങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു ചെറിയ ഇതുണ്ടാവുമല്ലോ, അതുപോലെ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് എങ്ങനെയൊന്നുമില്ല, നേരെ ഉബുദിലേക്ക് പോകുന്നു. ഉബുദിൽ അലസ റൂം എന്ന് പറഞ്ഞൊരു ഡേ ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ ആ ഡേ ക്ലബ്ബിൽ ഫുൾ ഡേ റെസ്റ്റ് എടുക്കാനായിട്ടാണ് പ്ലാൻ. ഡേ ക്ലബ്ബ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, നമുക്ക് മാക്സിമം ഒരു ദിവസം മുഴുവനോടൊക്കെ സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ഉബൂദാണ്. ഉബൂദിലെത്തിയിട്ട്, അതായത് അലസ റൂമിലെത്തിയിട്ട് ഞാൻ ആ പ്രോപ്പർട്ടി എങ്ങനെയാണ്, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ദിവസം ഫുള്ളായിട്ട് നിങ്ങൾക്ക് ലെഷർ റിലാക്സ്ഡ് ആയിട്ടൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി ആയിരിക്കും ഈ ഉബൂദിലെ അലസ റൂം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെയാണ് ബാലിയിലെ 2ാമത്തെ ദിവസവും ഞങ്ങൾ താമസിച്ചത്. അന്ന് നല്ല ശക്തമായ മഴയായിരുന്നു, അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി ടൂറ് തരാൻ പറ്റിയില്ല. അപ്പം 4ാമത്തെ ദിവസവും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസമായിട്ട് എടുത്താൽ മതി. അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ വിഘ്നേശ്വരനാണ്. സച്ച് എ പോസിറ്റിവിറ്റി. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം 1122 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് താമസിക്കുന്നത്. കാലത്തൊക്കെ ഇവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും പിന്നെ ഇവിടുത്തെ പരമ്പരാഗതമായ കുറച്ച് തൊഴിലും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നതിൽ കാണാം. ഓരോരോ ബ്ലോക്കിലും ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം. Hello, how are you? Fine. Yeah, we are back. Yeah. Okay. One minute. Yeah, sure. നമ്മളുടെ റൂം വരുന്നത് മുകളിലാണ്. 2 ഓപ്ഷൻ റൂം വരും. അതിൽ നിങ്ങൾ ബാൽക്കണിയുള്ള, അതായത് ഈ റൂം തന്നെ എടുക്കാൻ നോക്കുക. കാരണം മുകളിൽ നിന്നുള്ള വ്യൂ നല്ല രസമാണ് കാലത്ത്. പെനോൾ ഹൗസിൽ എത്തിയപ്പോഴാണ് ഞങ്ങളുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നത്. അതായത് അലസ റൂം ഞങ്ങൾ വൈകിട്ടത്തേക്ക് മാറ്റി. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഡേ വ്യൂവും നൈറ്റ് വ്യൂവും കൂടി കിട്ടുന്ന രീതിയിൽ, അതാണല്ലോ നല്ലത്. അപ്പം അതിന് മുമ്പ് ഞങ്ങൾ പുരാതീർത്ഥ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അതും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. ഇതാണ് റൂം. ഒരു വൃത്തിയുള്ള വാഷ്റൂം ഉണ്ട്, ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ വരുന്നത്. വളരെ നല്ല സ്റ്റേ ആയിരുന്നു. നിങ്ങൾക്ക് ഈ സ്റ്റേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അഗോഡ ത്രൂ തന്നെ ബുക്ക് ചെയ്യാം. വളരെ നല്ല പ്രൈസ് റേഞ്ചിൽ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് വരുന്നത്. അങ്ങനെ പോരി മഴയിൽ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ പുരാതീർത്ഥ എന്ന സ്ഥലത്തെത്തി. Excuse me. Hello. Yes. Gimana? No. ഇതൊരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് ഞാൻ പറയാൻ കാരണം, ഒരു കാടിന് നടുവിലാണ് ഈ പുരാതീർത്ഥ ടെമ്പിൾ എന്നുള്ള ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് 1000 വർഷത്തിലധികം പഴക്കമുണ്ട്. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴി, ആ വഴി തന്നെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലൂടെയൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. നമ്മൾ ആ വഴിയിലൂടെ 2 വീലർ റെന്റിന്റെ അടുത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ടൊരു ഫീൽ ആയിരിക്കും. കിടിലം മഴയാണ്, കിടിലം മഴ. അപ്പൊ ഇങ്ങനെ ഇരിക്കും ആക്ച്വലി. നോ നോ താങ്ക് യു. പറഞ്ഞു വന്നത് ബാലിയിൽ വെറ്റ് സീസൺ ആണ് ആക്ച്വലി ഒഫീഷ്യലി.
പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഏത് സമയത്ത് മഴ പെയ്യുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈ സീസൺ നോക്കി വന്നാലും ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ പെയ്യും. ഇന്ന് കാലത്ത് ഞങ്ങൾ തിരിച്ച് ആ ബന്യമല അവിടെ നിന്ന് വരുമ്പോൾ നല്ല നല്ല വെയിലായിരുന്നു. പക്ഷെ ഇപ്പം നേരെ തിരിഞ്ഞ് മഴയായി മാറി. ഉലുണ്ടാനു ബെരാട്ടം പോലെ 75,000 IDR, അതായത് 2 പേർക്ക് 1.5 ലക്ഷം, 800 രൂപ എടുത്തു, 840 രൂപയൊക്കെ എടുത്തു വരും. അപ്പോൾ ഇത് കൊടുത്താണെങ്കിലും ഇത് ഉലുണ്ടാനു ബെരാട്ടം പോലെ തന്നെ നല്ല വേർത്തായിട്ട് തോന്നിയ ഒരു ടെമ്പിളാണ്. നല്ല ഭംഗിയാണ്. ഇതൊരു ടെമ്പിൾ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് ആചാരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ സറോങ് എന്നാണ് എൻ്റെ പേര്. അപ്പം ഇത് ഉടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാനായിട്ട്. ചെറുപ്പത്തിലെ വാപ്പാടെ വീട്ടുകാർ ബർമീസ് ലുങ്കി എന്നൊക്കെ പറയും ഇതിന്. അതുപോലത്തെ ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു. പുരാതീർത്ഥ എംപോളിന്റെ അർത്ഥം ഹോളി സ്പ്രിംഗ് എന്നാണ്. 962 AD അന്ന് വർമ്മദേവ സാമ്രാജ്യമായിരുന്നു. ആ സമയത്ത് ലോർഡ് വിഷ്ണുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പണി കഴിപ്പിച്ചതാണ് ഈ പുരാതീർത്ഥ എംപോൾ എന്ന ഈ ക്ഷേത്രം. ഇവിടെയുള്ള ഹോളി സ്പ്രിംഗിന്റെ ഐതിഹ്യം എന്തെന്നാൽ ഒരു ദുഷ്ടശക്തികൾക്കെതിരായി യുദ്ധം ചെയ്യുകയായിരുന്നു ഇന്ദ്രദേവനും സൈന്യവും. അപ്പോൾ ഇന്ദ്രദേവന്റെ സൈന്യത്തെ അപായപ്പെടുത്താൻ വേണ്ടി വെള്ളത്തിൽ വിഷം കലർത്തുകയാണ് അവർ ചെയ്തത്. ഇപ്പൊ ശുദ്ധമായ വെള്ളമില്ലാതെ തന്റെ സൈന്യം കഷ്ടപ്പെടുന്നത് കണ്ട് ഇവിടെയുള്ള ഹോളി സ്പ്രിംഗ് ഇന്ദ്രദേവൻ നിർമ്മിച്ചതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭക്തി എന്നുള്ളത് എങ്ങനെ കൊമേഴ്ഷ്യലൈസ്ഡ് ആവുന്നു എന്നുള്ള കാഴ്ചയും നമുക്ക് ഈ പുരാതീർത്ഥ എംപോളിൽ കാണാം. കാരണം കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വന്ന കുറച്ച് ഫോറിൻ ടൂറിസ്റ്റിന് അവരെല്ലാരും കൂടി എന്തോ ഒരു റിച്വൽ, ഒരു ആചാരം ചെയ്യുന്നത് കണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എന്താണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പൊ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് വേറെ രീതിയിലുള്ള സാരംഗ്, പ്രത്യേക കളറുള്ള സാരംഗും കാര്യങ്ങളാണ്. അത് പ്രത്യേകിച്ച് വേറെ കൗണ്ടറിൽ നിന്ന് കൂടുതൽ പണം ഉപയോഗിച്ച് നമ്മൾ വാങ്ങണം. പിന്നെ ഗ്രൂപ്പായിട്ട് വരുന്ന ഇവരെല്ലാം ഉദ്ദേശിച്ചിട്ടുള്ള കുറച്ച് റിച്വൽസ്, അതിനുവേണ്ടി പ്രത്യേകം കുറച്ച് കൂടുതൽ കാശ് അവിടെ അടക്കണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കാണാം. അപ്പോൾ ഈ ഭക്തി അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊമേഴ്ഷ്യലൈസ്ഡ് ആവുന്നതായിട്ടുള്ള ഒരു കാഴ്ചയും നമുക്ക് പുരാതീർത്ഥ എംപോളിൽ കാണാം. ഇത് പ്രധാനമായിട്ടും ഗ്രൂപ്പായിട്ട് വരുന്ന ഫോറിൻ ടൂറിസ്റ്റുകളെയൊക്കെ അവരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. എന്തായാലും കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കാണ് ഞങ്ങൾ നടന്നത്. ജബാപുര എന്ന് പറയുന്ന ഫ്രണ്ട് യാർഡ്, പിന്നെ ജബ തെങ്ക എന്നുള്ള മിഡിൽ സെക്ഷനും പിന്നെ ജെറോൺ എന്നുള്ള ഇന്നർ സെക്ഷനുമാണ് ഈ പറയുന്ന ക്ഷേത്രത്തിനുള്ളത്. ഞാൻ പറയുന്ന ഉച്ചാരണം എല്ലാം ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അപ്പൊ ജബ തെങ്ക എന്ന പേരുള്ള ഒരു മിഡിൽ സെക്ഷൻ, അവിടെയാണ് ഈ ഹോളി പൂൾസ് എല്ലാം ഉള്ളത്. അപ്പൊ ആ വെള്ളത്തിന്റെ എത്ര ശുദ്ധമായ വെള്ളമാണെന്ന് നോക്കി. കാണുമ്പോൾ തന്നെ അവിടെ മുഴുവൻ ഭക്തരിങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഈ ഹോളി പൂളിലേക്ക് വേണ്ടി ഇറങ്ങാൻ. ഇവിടെയുള്ള വെള്ളത്തിൽ കുളിച്ചാലാണ് നമ്മളുടെ മനസ്സും ശരീരവും ആത്മാവും ഒരേപോലെ ശുദ്ധിയാവും എന്ന് വിശ്വസിക്കുന്നത്. പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണം എല്ലാം ഇവിടെ നിർബന്ധമാണ്. അപ്പോൾ സരങ് അത് എല്ലാം മേടിച്ച ആൾക്കാരുടെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അവിടെ കയറണം എന്നുള്ളത്. പക്ഷെ ഈ സാരംഗ് വാങ്ങുക, പിന്നെ ഡ്രസ്സ് മാറുക തുടങ്ങിയ കാര്യങ്ങൾ, ഈ പറയുന്ന ഈ കോമ്പൗണ്ട് ഉണ്ടല്ലോ, ഈ കോമ്പൗണ്ടിൽ വസ്ത്രം മാറാനോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്യൂ നിൽക്കണം. വളരെ ചെറിയ ക്യൂ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും ഞങ്ങൾക്ക് ആ സർക്കംസ്റ്റാൻസസ് ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് കുളിക്കുക, നമുക്ക് ആ ഒരു റിച്വൽ അത് ചെയ്യണമെന്നും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഈ ഡ്രസ്സ് മാറുക, വാങ്ങുക, സാരംഗ് വേറെ മേടിക്കുക എന്നുള്ള ഒരു സർക്കംസ്റ്റാൻസസ് കാരണം ഞങ്ങൾ ഒഴിവാക്കിയതായിരുന്നു. പക്ഷെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുക. കാരണം നല്ല തണുത്ത വെള്ളമായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം ഞങ്ങളെ പിന്നോട്ട് അടുപ്പിച്ചു. ഇത്രയും തണുപ്പത്ത് ഓൾറെഡി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ചെറുതായിട്ടുള്ളൊരു മഴ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോലും നല്ല തണുപ്പത്ത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണമല്ലോ എന്നുള്ള പച്ച മലയാളത്തിൽ പറഞ്ഞ മടിയായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം ഇപ്പോൾ മിസ്സാക്കിയതില്ല. ഇപ്പൊ ഈ വീഡിയോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആ കാര്യം മിസ്സാക്കിയല്ലോ എന്ന് ഓർത്തിട്ട് ചെറുതല്ല വലുതായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു പരിഭവമുണ്ട്. എന്തായാലും വളരെ സുഖമുള്ളൊരു കാഴ്ചയായിരുന്നു. എല്ലാവരും ഭക്തിയോടുകൂടി വരുന്നു.
ആ വെള്ളത്തിൽ തല നനക്കുന്നു. അവരുടെ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധിയാവും എന്നുള്ള വിശ്വാസത്തിൽ അവർ ചെയ്യുന്ന ആചാരം വളരെ വളരെ സുഖമുള്ളൊരു കാഴ്ചയായിരുന്നു. വളരെ അധികം നേരം ഞങ്ങൾ അതെല്ലാം അവിടെ നോക്കി നിന്നു. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഈ ഒരു റിച്വലിന്റെ ഭാഗമായിട്ട് നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വേറെ രീതിയിലുള്ള ഒരു സുഖമായിരിക്കും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നൽകുന്നത് എന്ന് തോന്നി. അതിനുശേഷം ക്ഷേത്രത്തിന്റെ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങി. ഈ കാണുന്നതാണ് ഇവിടെയുള്ള ഹോളി സ്പ്രിങ്. എന്ത് ക്ലിയർ ആണ് അവിടുത്തെ വാട്ടർ നോക്കി. അവിടെ താഴെ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് നമുക്ക് നേരിട്ട് കാണാം. ഈ കാഴ്ച കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നത്. അതായത് ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത്. ലോക്കൽ ബാലൻസ് പീപ്പിൾ എല്ലാവരും അവരുടെ മെയിൻ ആയിട്ടുള്ള ആ പ്യൂരിഫിക്കേഷൻ, അതായത് അവരുടെ ശരീരവും മനസ്സും ഒക്കെ പ്യൂരിഫൈ ചെയ്യുന്ന ആ ഒരു റിച്വലായിരുന്നു. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഈ കാഴ്ച കാണാനായിട്ടാണ് അവിടെ ഇരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള എനർജികളെല്ലാം പോകും എന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. ഇത് വെറും ഒരു വിശ്വാസമല്ല. കാരണം ഇവിടെ വരിക, ആ ക്ഷേത്രം കാണുക, ക്ഷേത്രത്തിലെ വർക്കുകൾ കാണുക, അവിടുത്തെ റിച്വൽസ് കാണുക, പിന്നെ നമുക്ക് ഈ ഹോളി സ്പ്രിങ് കാണുക, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളിതിനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി എന്നുള്ളതിൻ്റെ ഒരു അംശം പോലും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അത്രയും പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പുരാ തീർത്ഥ എംപിൾ നിർബന്ധമായും നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ പുരാ തീർത്ഥ എംപിളിന് വേണ്ടി ഞാൻ സ്കിപ്പ് ചെയ്തത് തീർത്ഥഗംഗ എന്ന പേരുള്ള മറ്റൊരു ക്ഷേത്രമായിരുന്നു. തീർത്ഥഗംഗ ഞാൻ സ്കിപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്നാമത് നമുക്ക് ഈ ഹോളി സ്പ്രിങ് ഇത് ഇങ്ങനെയുള്ള ഒരു കാര്യം ഈ തീർത്ഥഗംഗയിലില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി, നിങ്ങൾ തീർത്ഥഗംഗ എന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന റീൽസ് അല്ലെങ്കിൽ ഫോട്ടോസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള മീനുകൾക്ക് ഇങ്ങനെ നമ്മുടെ ചുറ്റും കൂടി നിൽക്കും. അവർക്ക് മീനിന്റെ തീറ്റയൊക്കെ കൊടുത്തിട്ട് ആ ഫോട്ടോ എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്. നമ്മൾ ബാലി റീൽസിലോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് തീർത്ഥഗംഗ എന്നുള്ള സ്ഥലം വളരെ ഫേമസ് ആണ്. ഇതുപോലുള്ള ഒരുപാട് മത്സ്യങ്ങളുണ്ടാവും. മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നു, അവർ നമ്മുടെ ചുറ്റും കൂടി നിൽക്കുന്ന ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ റീൽസ് ഇങ്ങനെ ഒരുപാടൊക്കെ കാണാം. പക്ഷെ ഇത് പുരാതീർത്ഥ എംപിളിലും ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ തീർത്ഥഗംഗ എന്നുള്ള സ്ഥലത്തേക്കുള്ള ദൂരമാണ്. ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം തീർത്ഥഗംഗയിലേക്ക് എത്താൻ. അപ്പോൾ ആ ട്രാവൽ ഒഴിവാക്കാം. നമുക്ക് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ ഈ പുരാതീർത്ഥ എംപിളിലും ഉണ്ട്. അപ്പം എന്തുകൊണ്ടും തീർത്ഥഗംഗ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ തീർത്ഥഗംഗ എന്നുള്ള സ്ഥലം സ്കിപ്പ് ചെയ്തത്. നമ്മൾ ഈ കാണുന്ന ഈ കാഴ്ചയില്ലേ, ഈ കാഴ്ചയോട് ചേർന്ന് ഈ മീനുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള അതൊക്കെ വാങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ട്. പിന്നെ കുറച്ച് കഫേസ് ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ഇതൊക്കെ കണ്ടുകൊണ്ട് കഫേയിലിരുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള കഫേ ഉണ്ട്. പക്ഷെ കഫേയിലിരുന്ന് കാണേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഈ മീനുകളുടെ അടുത്ത് വന്ന്, അലങ്കാര മത്സ്യങ്ങളാണല്ലോ, അതിനെ നേരിട്ട് ഇതിനെ കണ്ടാം. എത്ര നേരം വേണമെങ്കിലും കണ്ടിരിക്കാം. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച പുരാതീർത്ഥ എംപിളിൽ ഇതായിരിക്കും. ഒരുപാട് നേരം ഇത് തന്നെ കണ്ടുകൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും കയ്യിലുള്ള ക്യാമറ വാട്ടർ പ്രൂഫ് ആണ് എന്ന് അറിഞ്ഞപ്പോ എന്നാ പിന്നെ എന്തുകൊണ്ട് ഇത്രയും മീനുകളൊക്കെ നിൽക്കുകയല്ലേ, അങ്ങനെ ക്യാമറ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കിയാലോ എന്നുള്ളൊരു ചിന്ത വന്നത് അവിടെ വെച്ചാണ്. പിന്നെ സംശയിച്ചില്ല, നേരെ മുക്കി.
അങ്ങനെ ഞങ്ങളുടെ പുരാതീർത്ഥ എംബോളിലെ ഞങ്ങളുടെ സന്ദർശനം പൂർത്തിയായി. വളരെ പോസിറ്റിവിറ്റിയുള്ള, അങ്ങനെ പറയുന്നുണ്ട്, പോസിറ്റിവിറ്റിയുള്ള ഒരു സ്ഥലമായിരുന്നു. എക്സിറ്റ് എന്ന് പറയുന്നത് കുറേ ടൂറിസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റി സ്റ്റഫ്സ് വിൽക്കുന്ന കുറേ കടകളാണ്. അപ്പോൾ ഈ കടകളുടെ ഏരിയയിലൂടെ വേണം നമ്മൾ നടന്ന് എക്സിറ്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ പുരാതീർത്ഥ എംബോളിൽ വരുന്ന ടൂറിസ്റ്റുകൾ ഉദ്ദേശിച്ചിട്ടുള്ള ഓരോ ടൂറിസ്റ്റി സ്റ്റഫ്സ് വിൽക്കുന്ന ഷോപ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുക എന്നുള്ളൊരു കാര്യം ഉണ്ടാവില്ല, പക്ഷേ കുറേ യുണീക്കായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഞങ്ങളവിടെ കണ്ടു. അങ്ങനെ ലഞ്ച് കഴിക്കുന്ന ഒരു സ്ഥലത്ത് കയറി. അപ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല ക്യാച്ചി ആയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഫ്രൈഡ് റൈസിലേക്ക് തന്നെ തിരിഞ്ഞു. മൂന്നാമത്തെ ദിവസം അതിശക്തമായി വീണ്ടും ഫ്രൈഡ് റൈസിലേക്ക്. ഇത് എന്തോ ഒരു കറിയാണ്, ഇവിടുത്തെ ചിക്കനാണ് സംഭവം, എന്താണെന്ന് അറിയില്ല. പിന്നെ ഇവിടുത്തെ നോർമൽ റൈസ്, ഇത്രയും സംഭവങ്ങളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് ഒന്നും ഞാൻ ഇനി എങ്ങനെയാണെന്ന് പറയുന്നില്ല. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ എന്ത് കഴിച്ചാലും ടേസ്റ്റാണ്, അങ്ങനൊരു കാര്യമുണ്ട് ഇവിടെ. ഈ എപ്പിസോഡോട് നിർത്തുകയാണ്. ഞങ്ങളുടെ 4ാമത്തെ ദിവസം പൂർണ്ണമായിട്ടില്ല. ഇനി അലസാറും ഉണ്ട്. അലസാറും ഒരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ദിവസത്തെ മുഴുവൻ ചെലവുകളും കാര്യങ്ങളും എല്ലാം അടുത്ത എപ്പിസോഡിലുണ്ടാവും. കൂടാതെ അലസാറും പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കുള്ള ഒരു ഡീറ്റെയിൽഡ് ഗൈഡും കൂടിയായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.